ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വാസ്തുഗ്രഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പം നമ്മളൊരു വീടിൻ്റെ വാസ്തു നോക്കുമ്പോൾ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ വീടിനെ നമ്മൾ വാസ്തുപരമായിട്ട് വിശകലനം ചെയ്യുന്നത്? ഇപ്പോൾ ഒരുപാട് ദോഷങ്ങളുള്ള സ്ഥലങ്ങൾ കാണാം, ഒരുപാട് ഗുണങ്ങളുള്ള സ്ഥലങ്ങൾ കാണാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ കൃത്യമായി ആ വീടിൻ്റെ ഒരു വാസ്തു സ്കോർ തിരിച്ചറിയുക? നമ്മൾ പറയും നമ്മൾ സ്കോറിംഗ് ഷീറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യുമെന്ന് പറയും. അപ്പം എങ്ങനെയാണ് ആ വീടിൻ്റെ വാസ്തുവിൻ്റെ ഒരു ജനറലൈസ്ഡ് കാര്യം എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇക്കാലത്ത് പോസിബിൾ അല്ല. കാര്യം നമ്മുടെ റിക്വയർമെൻറ്റ് അങ്ങനെയാണ്. നമ്മളിപ്പം വാസ്തുപരമായിട്ട് പണ്ടത്തെ രീതിയിൽ ഒന്നും എല്ലാവർക്കും ഇപ്പോൾ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മോഡേൺ ആർക്കിടെക്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രിഫറൻസുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല വാസ്തു നിയമങ്ങളും നമ്മൾ തെറ്റിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തുവിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയാണ് നമ്മൾ വ്യക്തമായിട്ട് നോക്കുന്നത്? അല്ലെങ്കിൽ വാസ്തുവിൻ്റെ ഗുണവും ദോഷവും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സ്കോർ? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ ഒരു കാര്യം മാത്രം ദോഷമാണെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദോഷം കാരണം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പലരും ഉത്കണ്ഠപ്പെടാറുള്ളൊരു കാര്യം അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ടെൻഷൻ വരും, ഈ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ, അപ്പം മറ്റ് ഗുണങ്ങളെല്ലാം അവർ മറക്കുകയും ആ ദോഷങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ശില്പദീപകം എന്ന് പറയുന്ന ഒരു വാസ്തു ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളും ഒരു ദോഷവും ഉണ്ടെങ്കിൽ ആ ദോഷത്തെ വർജിക്കുകയും ആ ഗുണങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യണമെന്ന് കൃത്യമായി ആ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. നമുക്ക് എന്താണോ അതിൽ വാസ്തുപരമായിട്ട് വീട്ടിൽ പോസിറ്റീവ്സ് ഉള്ളത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നെഗറ്റീവ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അതിനെ അങ്ങ് വർജിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വാസ്തുവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷണം നോക്കുമ്പോൾ ഗുണങ്ങളാണ് കൂടുതലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും അറിയേണ്ട ആവശ്യമില്ല. ആ ദോഷത്തിലേക്ക് കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ആ ദോഷത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ദോഷത്തിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആവും. അതുകൊണ്ട് അത്തരത്തിൽ ആ ദോഷം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉള്ള ഗുണങ്ങളിൽ നമ്മൾ കൂടുതൽ, എന്നാൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് കൂടി ഈ വാസ്തുവിലുണ്ട്. ശരിക്കും പണ്ട് ഈ അസ്ട്രോളജിയും വാസ്തുവും ഇതുമെല്ലാം ഒരു കൗൺസിലിംഗ് ടൂൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടൂളുമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ ഒരു സൈക്കോളജിയുടെ ഒരു ഭാഗം ഇതിനകത്തുണ്ട്. നമുക്ക് ഉള്ള നന്മയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ആ തിന്മയെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത് പോലെ വാസ്തുവിലെ ഗുണങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയും ദോഷങ്ങളെ പാടെ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു നല്ല വീഡിയോയുമായി നിങ്ങളിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.